പെട്ടെന്നാണ് ജനാലയുടെ ചെറിയ വിടവിലൂടെ ഗോവിന്ദൻകുട്ടി ആ കാഴ്ച കണ്ടത്. ഒരു വെള്ള കുതിര വീടിൻ്റെ തെക്കേപ്പുറത്തുകൂടി പറമ്പ് മുറിച്ച് പാഞ്ഞു പോവുകയാണ്. വായുവിനേക്കാൾ വേഗതയിലാണ് കുതിരയുടെ സഞ്ചാരം. മഞ്ഞുപാളികളിൽ ചന്ദ്രരശ്മികൾ വീഴുമ്പോഴുള്ള വെളിച്ചത്തിൽ വെള്ളിക്കുതിര പാഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനത് ആ വിഷ്വൽ ഇങ്ങനെ മനസ്സിലാലോചിച്ചപ്പോൾ ഒരു വടക്കൻ വീരഗാഥയിൽ ഉണ്ണിയാർച്ചയെ കാണാനുള്ള ആകാംക്ഷയോടെ ചന്തു കുതിരപ്പുറത്ത് വരുന്ന ഡേ ഫോർ നൈറ്റ് രാമേന്ദ്രബാബു സാർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു വളവിലൂടെ ഇങ്ങനെ കുതിരപ്പുറത്ത് അദ്ദേഹം വരുന്ന വിഷ്വൽ എനിക്ക് ഗോവിന്ദൻകുട്ടി എഴുതിയ ഈ ഭീതിദകമായ ഈ രംഗം കണ്ടപ്പോൾ ആലോചിച്ചപ്പോൾ മഞ്ഞുപാളികളിൽ ചന്ദ്രരശ്മികൾ വീഴുമ്പോഴുള്ള വെളിച്ചത്തിൻ്റെ നിഴലിലൂടെ ആ വെളിച്ചം ഇങ്ങനെ വെള്ള കുതിരയുടെ പുറത്ത് വീഴുന്ന കാഴ്ച ഗോവിന്ദൻകുട്ടി സാർ എഴുതിയിരിക്കുന്ന വായിച്ചപ്പോൾ എനിക്ക് വടക്കൻ വീരഗാഥയാണ് ഓർമ്മ വന്നത്. അതെ, അതൊരു വെള്ളക്കുതിരയാണ്. അതിൻ്റെ മേലിൽ ഒരു അതികായൻ ഇരിപ്പുണ്ട്, കുതിര ഓടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അയാൾക്ക് വെളുത്ത വീശറി തലപ്പാവുണ്ട്. ഈ ഇൻഡിഗോ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥർ വെച്ചിരിക്കും പോലെ വെളുത്ത വിശറി പോലെ ഞൊറിയിട്ട ഒരു തലപ്പാവാണ് അയാൾ വച്ചിരിക്കുന്നത്. അയാളുടെ കർണാഭരണം, കാതിലിട്ടിരിക്കുന്ന കടുക്കൻ കനൽ പോലെ തിളങ്ങുന്നതായിരുന്നു. അപ്പോൾ ചുവന്ന കളറായിരിക്കാം, തീയുടെ കളർ, അതിങ്ങനെ കല്ല് പോലെ ചുവക്കുന്നു. ആ മുഖം ഗോവിന്ദൻകുട്ടി വ്യക്തമായി കണ്ടില്ല. എങ്കിലും തുറിച്ച കണ്ണുകളും കൊമ്പം മീശയും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയുമായപ്പോൾ ഒന്ന് ഒച്ച വയ്ക്കണമെന്ന് ഗോവിന്ദൻകുട്ടിക്ക് തോന്നി. പക്ഷേ ശബ്ദം വരുന്നില്ല. തൊണ്ട വല്ലാതെ വരളുന്ന മാതിരി, പുറത്തേക്ക് ശബ്ദം വരുന്നില്ല. ഇത് വിളിക്കാൻ ഗോവിന്ദൻകുട്ടി ശ്രമിക്കുന്നുണ്ട് കൊച്ചപ്പനെ, ശബ്ദം വരുന്നില്ല. ഉച്ചത്തിലുള്ള ശ്വാസഗതിയോടെ അടുത്ത കട്ടലിലേക്ക് പകപ്പോടെ ഗോവിന്ദൻകുട്ടി നോക്കി. ഈ കൊച്ചപ്പൻ എന്ത് ചെയ്യുന്നു? അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ പിന്നെയും പേടിപ്പെടുത്തി. ഞാൻ ഈ കുതിരയുടെ ശബ്ദം കേട്ട്, ഞാൻ മാത്രം കേട്ട ശബ്ദത്തിൽ പേടിച്ച് വിറച്ചെണീറ്റിരുന്നിട്ട് എൻ്റെ സഹമുറിയൻ കൊച്ചപ്പൻ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം കൊച്ചപ്പൻ കട്ടിലിൽ എണീറ്റിരിക്കുന്നു. അദ്ദേഹത്തിനും ഗോപി എന്ന് വിളിക്കാനുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ട വരണ്ട് നാക്ക് താഴ്ന്നു പോയതുപോലെ കൊച്ചപ്പൻ ഇരിക്കുകയാണ്. കൊച്ചപ്പനാണ്. ഗോപി എണീറ്റു എന്ന് കാഴ്ച കണ്ടപ്പോൾ കൊച്ചപ്പൻ വിളക്ക് തെളിച്ചു. ഗോവിന്ദൻകുട്ടിയും കൊച്ചപ്പനും പരസ്പരം നോക്കി. ആ കൊടുന്തടുപ്പിലും കൊച്ചപ്പൻ വേർത്ത് കുളിക്കുകയാണ്. ദേഹമാസകലം വേർക്കുകയാണ് അദ്ദേഹം ആ തണുപ്പിൽ. ഭീതിയോടെ ശബ്ദം താഴ്ത്തി കൊച്ചപ്പൻ തിരക്കി, എന്താ ഗോപി? ഗോവിന്ദൻകുട്ടി ഒന്നും പറഞ്ഞില്ല. കുതിരക്കുളമ്പടി കേട്ടതായി എനിക്ക് തോന്നി. ഗോപിക്ക് തോന്നിയോ എന്ന് ചോദിച്ചു. ഗോവിന്ദൻകുട്ടി കണ്ടതും കേട്ടതുമെല്ലാം കൊച്ചപ്പനോട് പറഞ്ഞു. ആരോ പെട്ടെന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം. ഇങ്ങനെ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ ആരെങ്കിലും ഒന്ന് വാതിലിട്ട് നമ്മൾ പേടിച്ചു പോകും. ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം. ഗോവിന്ദൻകുട്ടി എണീറ്റ് വാതിൽ തുറന്നു. വാതിൽക്കൽ കുശിനിക്കാരൻ കുട്ടൻപിള്ള. സാറന്മാർ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. കുതിരക്കുളമ്പടി കേട്ടില്ലേ സാറന്മാർ? ഞാൻ ഉണർന്നത് കുതിരക്കുളമ്പടി കേട്ടിട്ടാണ്. കുട്ടൻപിള്ള പറയുകയാണ്. താഴെ കിടന്ന കുട്ടൻപിള്ള കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേട്ട് പേടിച്ചാണ് ഓടി മേളിലേക്ക് വന്നത്. അതകന്നകന്ന് പോകുന്നവരെ ഞാൻ ചുമ്മാ കിടന്ന് പേടിച്ച്. നമ്മൾ പേടി വരുമ്പോൾ കണ്ണ് പൂട്ടി ഇങ്ങനെ പുതച്ച് കിടക്കുമല്ലോ. കുട്ടൻപിള്ളയെ അങ്ങനെ കിടന്നു. പിന്നെ നിരങ്ങി വെളിച്ചം കണ്ട ഈ മുറിയിൽ വെളിച്ചം കണ്ടപ്പോഴാണ് നിങ്ങളെ ഞാൻ വന്ന് മുട്ടി വിളിച്ചത്. മറ്റ് മുറികളിൽ കിടന്നവരെയൊക്കെ വിളിച്ചുണർത്തി ടോർച്ച് മിന്നിച്ച് തെക്കേപ്പുറവും പറമ്പും ഒക്കെ ഇവരെല്ലാം കൂടി പോയി പരിശോധിച്ചു. ചെമ്മണ്ണിൽ കുളമ്പമർന്ന ഒരു പാടും അവിടെ കാണാൻ പറ്റിയില്ല. ഒരു പുൽക്കൊടി പോലും ചതഞ്ഞിട്ടുമില്ല. ഇപ്പോൾ കുതിര ഓടിപ്പോവുകയാണെങ്കിൽ ആ കാലിൻ്റെ കുളമ്പിൻ്റെ പാദങ്ങൾ കാണാം, അതുപോലെ പുല്ലിൽ ചവിട്ടി മറിച്ചതിൻ്റെയൊക്കെ കാണാം. പക്ഷെ അതൊന്നും അവിടെ കാണാനില്ല. പിറ്റേ ദിവസം സ്റ്റുഡിയോയിലേക്ക് പോകും വഴി കെട്ടിട ഉടമയുടെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കണമെന്ന്
ഗോവിന്ദൻകുട്ടിയും കൊച്ചപ്പനും തീരുമാനിച്ചു. ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. രണ്ടുപേരും ഉറങ്ങിയില്ല. ഉറങ്ങാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. കാരണം കണ്ട കാഴ്ച അതാണല്ലോ, ഒരു വെള്ള കുതിര, അതിൻ്റെ മുകളിൽ ആജാനുബാഹുവായ ഒരു മനുഷ്യൻ, അയാൾ വിശറി പോലുള്ള തലപ്പാവ്, കൊമ്പൻ മീശ, പേടിപ്പിക്കുന്ന കണ്ണുമൊക്കെ ആയിട്ടുള്ള ഒരാളെ കണ്ടാൽ തകർന്നു പോകും. നമ്മൾ ആരായാലും എത്ര ധൈര്യശാലി എന്ന് പറഞ്ഞാലും പേടിച്ചു പോകും. ഇല്ല എനിക്ക് പേടിയൊന്നും വരില്ല എന്നൊക്കെ പറയാം. അങ്ങനെ വല്ല വിധേനെ അവർ നേരം വെളുപ്പിച്ചു. കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല വീട്ടുടമയുടെ ബംഗ്ലാവ് കണ്ടെത്താൻ. അറിയാം, പ്രശസ്തനായ ഒരാളിൻ്റെ ആയതുകൊണ്ട്, രാജകുടുംബവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. നഗരമധ്യത്തിൽ ചുറ്റും ഉയർന്ന മതിലുള്ള ഒരു ബംഗ്ലാവ്. വലിയ പടിയുടെ ഇരുമ്പഴിക്കിടയിലൂടെ ഗോവിന്ദൻകുട്ടി ബംഗ്ലാവിൻ്റെ വരയന്തയിലേക്ക് നോക്കി ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടോ എന്ന് വിളിച്ച് പറഞ്ഞ്, ഗേറ്റ് തുറന്നാലേ അകത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഇടയിലുള്ള അഴികളിലൂടെ ബംഗ്ലാവിലേക്ക് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടി ഞെട്ടി പൊട്ടിത്തെറിച്ചു. കാരണം അവിടെ ചുമരിൽ ഒരു വലിയ ചിത്രം മാല ചാർത്തി വച്ചിരിക്കുന്നത് ഗോവിന്ദൻകുട്ടിയുടെ കണ്ണിലുടക്കി. ഇന്നലെ പാതിരാവിൽ താൻ നന്നായി കണ്ട വെള്ള കുതിരപ്പുറത്ത് ബിഷറും തൊപ്പിയും കല്ല് കെടുക്കനുമുള്ള ഒരാൾ വന്നതാണല്ലോ ഇന്നലെ രാത്രി കണ്ടത്. തുറിച്ച കണ്ണുകളും കൊമ്പം മീശയുമുള്ള ആ മനുഷ്യനും ആ കുതിരയുമാണ് ആ ചുവരിലിരിക്കുന്ന ചിത്രത്തിലുള്ളത്. എന്തോ പറയാൻ ഭാവിച്ച ഗോവിന്ദൻകുട്ടിയുടെ നേർക്ക് കയ്യുയർത്തി കൊച്ചപ്പൻ വിലക്കി. വേണ്ട, വിളിക്കണ്ട, നമുക്ക് പോവാം. കാരണം കൊച്ചപ്പനും കണ്ടു ആ ഫോട്ടോ. ഇന്നലെ രാത്രി ആ കുതിരപ്പുറത്ത് വിശറി പോലുള്ള തലപ്പാവ് വെച്ച് കൊമ്പം മീശയും വലിയ കണ്ണുകളുമായി, തുറിച്ച കണ്ണുകളുമായി കുതിരപ്പുറത്ത് നിന്ന് ആജാന ബാഹുവും ആ വെള്ള കുതിരയുടെയും ഫോട്ടോ ആ ബംഗ്ലാവിൻ്റെ മുറ്റത്തിരിക്കുന്ന കണ്ടപ്പോൾ കൊച്ചപ്പൻ പറഞ്ഞു, ഒന്നും പറയണ്ട, നമുക്ക് പോവാം. ഈ സംഭവം ഗോവിന്ദൻകുട്ടി നിർമ്മാതാക്കളെ അറിയിച്ചു. അവരതങ്ങ് പുച്ഛിച്ച് തള്ളി. കുലു എന്ന പച്ചക്കറി കച്ചവടക്കാരി വിജയിച്ചു, നിങ്ങൾ പേടിച്ചു എന്നുള്ളതിൽ നിന്നൊരു കാര്യം ഉറപ്പായി. കുലു എന്ന് പറഞ്ഞ ആ സ്ത്രീ വിജയിച്ചു. അവൾ പറഞ്ഞ കഥ നിങ്ങളുടെ മനസ്സിൽ കിടന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റി നടാൽ തോന്നലുകളിൽ ഉണ്ടായതാണ്. എന്നാൽ ഞാൻ മനസ്സിൽ കണ്ട് സ്വപ്നം കണ്ടത് തന്നെ കൊച്ചപ്പൻ കണ്ടെന്നോ അല്ലെങ്കിൽ വേലക്കാരൻ കുട്ടമ്പിള്ള കണ്ടെന്നോ ഒന്നും നിർമ്മാതാക്കൾ അംഗീകരിക്കുന്നില്ല. സ്റ്റുഡിയോയിലേക്ക് പോകും വഴി നിങ്ങൾ യാദൃച്ഛ്യമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആ ചുവരിലിരിക്കുന്ന ഫോട്ടോ കണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത്, അല്ലാതെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കുലു പറഞ്ഞ കഥയും ഈ ഫോട്ടോയുമായി നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടായതാണ്. എന്നാലും നമുക്ക് വേറെ വീട് നോക്കാം, നിങ്ങൾ സമാധാനമായിട്ട് 1-2 ദിവസം കൊണ്ട് അവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പ്രേക്ഷകരുടെ ഭാഗ്യം കൊണ്ടോ ഗോവിന്ദൻകുട്ടിയുടെ നിർഭാഗ്യം കൊണ്ടോ നായകനായി തുടക്കം കുറിച്ച നീലാകാശം റിലീസായില്ല. ചിത്രീകരണം പൂർത്തിയായി, ബാക്കി പണിയെല്ലാം തീർത്ത് റീറെക്കോർഡിങ് ബാക്കിയുള്ളപ്പോൾ നിർമ്മാതാക്കൾ തമ്മി തല്ലി. എന്തോ കാരണത്താൽ അവർ പിണങ്ങി. തൽക്കാലത്തേക്ക് ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് റീറെക്കോർഡിങ് നടത്താതെ നീലാകാശം ഏതോ സ്റ്റുഡിയോയിൽ വച്ചിട്ട് നിർമ്മാതാക്കൾ പ്രശ്നം തീർന്നിട്ട് വരാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. പക്ഷേ ആ പ്രശ്നം തീർന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ നീലാകാശം, ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ മാറി സിനിമ കളറിലേക്കും സ്കോപ്പിലേക്കും 70mm 3Dയിലേക്കും ഒക്കെ പോയി. അങ്ങനെ നീലാകാശം എന്ന് പറഞ്ഞ ഗോവിന്ദൻകുട്ടി നായകനായി അഭിനയിച്ച സിനിമ ഏതോ ലാബിൽ കിടന്ന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി നശിച്ചു തീർന്നു. നീലാകാശം റിലീസ് ചെയ്യാത്തതല്ല, ഗോവിന്ദൻകുട്ടി കണ്ട ആ കുതിരയുടെ രംഗം അല്ലെങ്കിൽ അതിൻ്റെ മേളിലിരുന്ന കൊമ്പൻ മീശക്കാരൻ്റെ രംഗം ശരിക്കും പേടിപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമായി പറയുമ്പോൾ നമുക്കത് അവിശ്വസിക്കാൻ അവകാശമില്ല. വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ല് തോന്നിയ ഒരു കഥയായിരുന്നു അദ്ദേഹം പറഞ്ഞ നീലാകാശത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഈ കുതിര കഥ. അടുത്ത ഒരു കഥ ഉദയയെ ചുറ്റിപ്പറ്റിയാണ്. ചിലപ്പോൾ നിങ്ങൾ പലരും അത് അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. നനച്ചിരിക്കാതെ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇത്ര വേഗം കുഞ്ചാക്കോ മടങ്ങിപ്പോകുമെന്ന് ആരും കരുതിയതില്ല. അദ്ദേഹം മരിച്ചു. എഴുതി വച്ചിരുന്ന വസിയത്ത് പ്രകാരം സ്വത്തുക്കൾ വലിയ പരാതിയും കേസും വഴക്കുമൊന്നുമില്ലാതെ കുഞ്ചാക്കോയുടെ അനുജനായ അപ്പച്ചൻ എല്ലാ പേർക്കുമായി വീതം വച്ചു. അപ്പച്ചനും അതിലൊരു വലിയ വിഹിതം ഉണ്ടായിരുന്നു. കുഞ്ചാക്കോയുടെ മരണശേഷം നിർമ്മിച്ച ഉദയ സിനിമകൾ നല്ല പരാജയങ്ങളായിരുന്നു. അത് ജയനും മോഹൻലാലും ഒക്കെ അഭിനയിച്ച സഞ്ചാരി അടക്കം ഒന്നും ഓടിയില്ല. സാമ്പത്തിക അടിത്തറ, ഉദയയുടെ സാമ്പത്തിക അടിത്തറ ദയനീയമായി തകർന്നു. മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലായി. ഒരൊറ്റ വഴിയേ ഇനി ബാക്കിയുള്ളൂ.
ഉദയ സ്റ്റുഡിയോ വിൽക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും കുഞ്ചാക്കോയുടെ മകൻ ബോബൻ കുഞ്ചാക്കോയെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നടൻ കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛൻ ബോബൻ കുഞ്ചാക്കോയുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റും നടനും സംവിധായകനും ഒക്കെ ആലപ്പി അഷറഫിന്. അപ്പോൾ അഷറഫിനോടൊരു ദിവസം ബോബൻ കുഞ്ചാക്കോ പറഞ്ഞു, അല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, എനിക്ക് ഉദയ സ്റ്റുഡിയോ വിൽക്കണം. അപ്പോൾ അഷറഫ് പറഞ്ഞു, എന്തിനാ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ പ്രസ്ഥാനം വിറ്റ് കളയാൻ ഭയങ്കര എളുപ്പമാണ്, അങ്ങനെ ചെയ്യരുത്, പകരം അതിനെ ആധുനികവൽക്കരിക്കാൻ ഒരു പാർട്ണറെ കിട്ടിയാൽ ഈസിയായിട്ട് നടക്കില്ലേ. ബോബൻ കുഞ്ചാക്കോ പറഞ്ഞു, അങ്ങനെ കുറേ കാശ് മുടക്കാനായി ഒരു പാർട്ണറെ കിട്ടുമോ? അപ്പോൾ ഈ കുഞ്ചാക്കോ ഉണ്ടാക്കിയെടുത്തൊരു പേര് പെട്ടെന്നാണ് ബോബൻ കുഞ്ചാക്കോയിലൂടെ നഷ്ടമായത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി അടക്കം, അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ. പിന്നെ അപ്പച്ചനുമായി ചെറിയച്ഛനുമായി തെറ്റിപ്പിണങ്ങിയത്, അദ്ദേഹം നവോദയ സ്റ്റുഡിയോ തുടങ്ങുകയും വലിയ വിജയമായി മാറുകയൊക്കെ ചെയ്തതൊക്കെ ഉദയയെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോബൻ കുഞ്ചാക്കോയുമായി കൈകൊടുക്കാൻ ഒരാളെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്. അപ്പോൾ ആധുനികവൽക്കരിക്കാൻ, സ്റ്റുഡിയോ പുതിയ രീതിയിലേക്ക് മാറ്റാൻ ഞാനൊരു പാർട്ണറെ ശരിയാക്കി തരാമെന്ന് അഷറഫ് വാക്കുകൊടുത്തു. അഷറഫ് വാക്കുകൊടുത്തെങ്കിലും അത് വിജയിച്ചില്ല. കാരണം അങ്ങനെ അഷറഫ് സംസാരിച്ച ഒരാളും അതിന് കൈകൊടുക്കാൻ തയ്യാറായില്ല. ഈ ബോബൻ കുഞ്ചാക്കോയുമായിട്ട് ആലപ്പി അഷറഫിന് നല്ല മാനസിക അടുപ്പമുണ്ട് എന്ന് കരുതി നേരിട്ട് കാണുകയും ദിവസവും അവരുടെ ഹൃദയ വ്യാപാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമെങ്കിലും, അല്ലെങ്കിൽ ഫോണിലൂടെ ദിവസവും 4-5 പ്രാവശ്യം സംസാരിക്കുമെങ്കിലും അഷറഫ് പറയുന്ന ആളുകൾ പൈസ മുടക്കാൻ തയ്യാറാവുന്നില്ല. എന്തോ ബോബനെ വിശ്വാസമില്ല. സ്റ്റുഡിയോ ആധുനികവൽക്കരിക്കാൻ സഹായിക്കാമെന്ന് വാക്കും പറഞ്ഞു പോയി ആര്? അഷറഫ്. ഞാൻ പാർട്ണർ തരാം എന്ന് പറഞ്ഞല്ലോ. അതിനൊരു ഇൻവെസ്റ്ററെ ആലപ്പി അഷറഫ് കണ്ടെത്തുമെന്നുള്ള കാര്യം ബോബൻ കുഞ്ചാക്കോയും വിശ്വസിച്ചു. അങ്ങനെ ആധുനികവൽക്കരിച്ചാൽ 51% ഷെയർ ബോബൻ കുഞ്ചാക്കോയ്ക്ക്, 49% ഷെയർ ആരാണോ പൈസ മുടക്കുന്നത് അവർക്ക് കൊടുക്കാം, ആ ഇൻവെസ്റ്റർക്ക് കൊടുക്കാം. ഈ ശ്രമം വിജയിച്ചാൽ വാങ്ങുന്ന ആളും ഇതിൽ പൈസ മുടക്കുന്ന ആളും ബോബൻ കുഞ്ചാക്കോയും കൂടെ ചേർന്ന് 15% ഷെയർ ഉദയ സ്റ്റുഡിയോയുടെ ആലപ്പി അഷറഫിന് നൽകും പ്രത്യുപകാരമായിട്ട്. കേട്ടപ്പോൾ സംഗതി കൊള്ളാമല്ലോ എന്ന് അഷറഫിന് തോന്നി. കാരണം ഉദയ സ്റ്റുഡിയോയുടെ പാർട്ണറാവുക എന്ന് പറഞ്ഞാൽ അഷറഫിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്ന കാര്യമല്ല. അവിടെയാണ് അതിൻ്റെ 15% ഷെയർ, ഇത് ഒരു പാർട്ണറേയും കൂടെ ശരിയാക്കി തന്നാൽ ഞാനും പാർട്ണറും കൂടി ചേർന്ന് 15% ഷെയർ അഷറഫിന് നൽകാം എന്ന് പറഞ്ഞത്. സംഗതി കേട്ടപ്പോൾ അഷറഫിന് ഭയങ്കര സന്തോഷമായി. ഡിജിറ്റൽ സംവിധാനങ്ങൾ കൊണ്ടുവരണം, ആധുനിക ക്യാമറകൾ കൊണ്ടുവരണം, അൾട്രാ മോഡേണായിട്ടുള്ള AC ഫ്ലോറുകൾ കൊണ്ടുവരണം, മോഡേണായിട്ടുള്ള ഡബ്ബിംഗ് തിയേറ്ററുകൾ കൊണ്ടുവരണം, പിന്നെ നല്ല സ്റ്റാർ ഫെസിലിറ്റീസുള്ള സ്റ്റാർ റൂമുകൾ, താമസിക്കാനുള്ള റൂം, അല്ലാതെ ഈ രാഗിണി കോട്ടേജ്, നസീർ കോട്ടേജ് എന്നൊക്കെ പറഞ്ഞ പഴഞ്ചൻ ഇതിനെല്ലാം മാറ്റി നമുക്ക് നല്ല സ്റ്റാർ ഹോട്ടൽ അതിനകത്ത് കൊണ്ടുവരണം. അങ്ങനെ എന്താ പറയുക, മൊത്തം അടിമുടി പരിഷ്കരിച്ചാൽ ഉദയ സ്റ്റുഡിയോ വലിയ വിജയമാകുമെന്ന് അഷറഫ് പറയുകയും ബോബൻ കുഞ്ചാക്കോ അത് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം അഷറഫ് ചിന്തിക്കുന്നതെല്ലാം മോഡേണായിട്ടാണ്, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ബോബനും വലിയ സന്തോഷമായി. പലരെയും അഷറഫ് കണ്ടു. ബോബനുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സന്ദേഹം പലരും പങ്കിട്ടുവെങ്കിലും ഒടുവിൽ ഒരാളെ അഷറഫ് കണ്ടെത്തി.